പക്ഷേ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സ്പെഷ്യലി ഒരു ബിസിനസ്സിനെ മൊത്തത്തിൽ അതിനെ ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ ഹെൽപ്പ് വേണ്ടി വരും. ആ എക്സ്പേർട്സ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നോർമലി പോയ പാതയിൽ നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ സാധനം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ഹെൽപ്പ് കറക്റ്റ് സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ആ ബേൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കത്തിച്ചു പോകുന്ന പൈസ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മുടെ സ്റ്റുപ്പിഡ് ഫെയിലിയേഴ്സൊക്കെ നമുക്ക് മെൻറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യൂറേറ്റ് ആയത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമുക്ക് തന്നെ നമ്മുടെ ഐഡിയ കുറച്ചും കൂടെ റിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ കസ്റ്റമറിനെയും നമ്മുടെ എൻറ്റയർ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഈ മെൻറ്റോഴ്സ് വരുമ്പോൾ. ഇപ്പം ഞാൻ മെൻറ്റർ ആയതിൻ്റെ ബേസിക് കാരണം തന്നെ എൻ്റെ ജേർണിയിൽ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് കുറേ ഐഡിയാസ് കിട്ടി. അതിൽ നിന്ന് ഞാൻ ആക്ച്വലി സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് പൈസ നഷ്ടവുമില്ല, രണ്ടാമത് നിങ്ങളുടെ സ്കേലബിലിറ്റി ഫാസ്റ്റ് ആയിരിക്കും. മനസ്സിലായി ഗ്രോത്തിന് ഒരു ഒരാൾ ഹാൻഡ് ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സമാധാനം. പിന്നെ ഇതൊരു ഹസിൽ ലൈഫാണ്. പലപ്പോഴും നമുക്ക് ഈ ഉത്തരം എവിടെ പോയി ചോദിക്കണമെന്ന് അറിയത്തില്ല. നമ്മുടെ കോർ ടീം നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മൾ ഫൗണ്ടർ ആകുമ്പോഴത്തേക്കിനും എല്ലാവരും നമ്മളാണ് ഇതിൻ്റെ ആൻസർ തരുന്നതെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മുടെ കസ്റ്റമറിനോട് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ പിന്നെ ആരാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ തരിക? ഓഫ് കോഴ്സ് മെൻറ്റർ തന്നെയാണ്.